അടിപൊളിയാണോ? മമ്മൂട്ടി അടിപൊളി, നല്ല നല്ല അഭിനയം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടതിന്റെ ബോറടി ഒന്നുമില്ല, അടിപൊളി പടം. ബാക്കി പറഞ്ഞ ഈ സിനിമ എന്ന കലയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. മമ്മൂക്കയുടെ ഒരു രക്ഷയില്ല. 2 കഥാപാത്രം, ആകെ 4 പേര്, സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും എല്ലാവരും അടിപൊളി. എന്തായാലും ഈ സിനിമയുടെ ഡയറക്ടറിന് ഈ കാസ്റ്റിംഗിൽ സൂപ്പർ, അടിപൊളി. തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. സിനിമയെ സ്നേഹിക്കുന്നവർ ഈ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്ന് ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞതാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് പടം, എന്ത് സൈലന്റ് പടം. കളർ എന്ന് പറയുന്നത് മോണോക്രോമാണ്, പുതിയ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിൻ്റെ സൗണ്ട് ഡിസൈൻ, അതിൻ്റെ ഡയറക്ഷൻ, ആ കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നതിൽ ഗംഭീരമായി വിജയിച്ച സംവിധായകൻ. വേറെ ലോകത്ത് നിന്ന് അഭിനയിക്കുന്ന പോലുള്ള മമ്മൂട്ടിയുടെ പ്രകടനമായിരുന്നു. ഫാൻറ്റസിയാണ്, പീരിയഡ് ഡ്രാമയാണ്, പിന്നെ അതിൻ്റെ എല്ലാവിധ ഒരു കാടിൻ്റെ ഒരു സൗന്ദര്യം, ഒരു മനയുടെ സൗന്ദര്യം, ഒരു ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ഇതാണ്. ഗംഭീരമാണ്. മമ്മൂട്ടി എന്ന അധികാരൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയങ്ങളുടെ അരിഞ്ഞാട്ടം ഈ നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തിയും കഴിയും. മമ്മൂക്കന്റെ പ്രമേയം തകർത്തു. അബ്ബരപാളിയിലെ വിസ്മയമാണ് മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിലെ തന്നെ നായകല്ലാൻ പോകുന്ന പെർഫോമൻസ് ആയിരിക്കും. പേടിച്ചും വിറച്ചും ഭയാനകമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഉജ്ജ്വല പെർഫോമൻസ് തന്നെ പറയാം. മമ്മൂക്കന്റെ ഒരു അക്ഷമേധം തന്നെ പറയാം. പിന്നെ അർജുൻ അശോകന്റെ ഒരു തീപ്പൊരി അഭിനയങ്ങളിൽ ഇത് എടുത്തു പറയണം. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു അഭിനയത്തിന്റെ ഒരു വേഷപ്രകാശം തന്നെയാണ്. അപ്പോൾ മമ്മൂക്ക ഇതിൽ ആറാടിയിട്ടുണ്ട്. ഓക്കെ, നല്ല രസമായിരുന്നു. വെരി ഹാപ്പി. നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറഞ്ഞു എന്ത് പറയാനാണോ, ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് പടമാണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടു എങ്ങനെയുണ്ടായി? പൊളിയല്ലേ. ഇത്ര ജീവിതത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയും അഭിനയം തുടങ്ങിയിട്ട് ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നില്ല. അപ്പോൾ അതിന് രാഹുലേട്ടനോട് ഭയങ്കര ബിഗ് താങ്ക്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നതിനും ഇങ്ങനത്തെ ഒരു പടം മേക്ക് ചെയ്തതിനും, പടം കണ്ടിട്ട് ബാക്കി എങ്ങനെയുള്ള എക്സ്പീരിയൻസ് പറയാൻ പറ്റും. അത് പൊളിയായിരുന്നു. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. ഒരു അടിപൊളിയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല മെമ്മറീസ് കിട്ടി. പടം കണ്ടാൽ നമുക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആർട്ട് ഡയറക്ടർ, റീ റെക്കോർഡിങ്, ഡയറക്ഷൻ, ഡയലോഗ്സ് സൂപ്പർ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് വേണ്ടത്. അതിലൊരു ഭംഗി വേറെയാണ്. കളറ് എനിക്ക് തോന്നല്ല അത്ര ഗംഭീരമാകും. പക്ഷേ എല്ലാം കൊണ്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഭംഗി വേറെയാണ്. മമ്മൂട്ടി എന്താ ചെയ്തത് വേറെ ലെവലാണ്. നന്നായിരുന്നു. വളരെ ഹാപ്പിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ അഭിനയിക്കാൻ പറ്റി. മമ്മൂക്ക കൂടെ അഭിനയിക്കാൻ പറ്റി. രാഹുലേട്ടൻ വെറുതെ പൊളി ആയിട്ടുണ്ട്. നമ്മുടെ പടത്തിനെ പറ്റി നമ്മളെങ്ങനെയാണ് നമുക്ക് എന്തായാലും നമ്മുടെ പടം പിന്നെ തീർച്ചയായിട്ടും അത് ഡയറക്റ്റ് നിന്ന് കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കണായിരുന്നല്ലോ. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു. നമ്മള് ഷൂട്ടിംഗ് സമയത്ത് തന്നെ വൻ മൂഡായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാവല്ലോ. അതിൽ കാണും പടം കണ്ടിട്ട്. അത് ഞാനല്ലല്ലോ പറയണത്, കണ്ട പ്രേക്ഷകരല്ലേ പറയണ്ടത്. ഞാൻ തന്നെ എങ്ങനെയാ പറയാ. കണ്ടില്ലേ വേർത്ത് കുളിച്ചിരിക്കണ. മകന്റെ കണ്ടിട്ട് തോന്നി. മകന്റെ ഞാൻ പറഞ്ഞല്ല നന്നായി അല്ല ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോ അതുപോലെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നുള്ളത് പടം കണ്ടപ്പോഴും എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായി. അതൊരു വേഷമൊക്കെ കിട്ടണം എന്നുള്ളത്. എല്ലാവരും നന്നായിട്ട് 4 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഗംഭീരമായിട്ടൊരു സിനിമ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആണ് കണ്ടാലിക്കത് നമ്മൾ പറഞ്ഞേക്കാളും അത് കണ്ടാലാണ് അതിൻ്റെ ഭംഗിയേറുള്ളത്. ഇതുപോലത്തെ സിനിമകളൊക്കെ ഇറങ്ങണം. ഇടയ്ക്ക് ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം. നമ്മൾ സാധാരണ കാണുന്ന കൊമേഴ്ഷ്യൽ സിനിമ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാവർക്കും പണിയെടുക്കാനുണ്ട്. ഏറ്റവും സെറ്റ് എല്ലാവർക്കും ഭയങ്കര ലൊക്കേഷൻ അടിപൊളി. അയ്യോ നമുക്ക് വേറെ ലെവലാണ്. നമുക്ക് ഓരോന്നോരോന്ന് ഞാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരും മോശമാക്കി പറയുന്നല്ല, ഞാൻ പറയുന്നത് സിനിമകൾ ഇങ്ങനെ ഓരോന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കടെ ഒരു ചിന്തയുണ്ടല്ലോ, ഇനി ഇങ്ങനെ ഒരു സിനിമ വേണം ഇവിടെ എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. അതൊരു
സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഡയറക്ടറൊക്കെ ആണെങ്കിലും പ്രൊഡ്യൂസർക്ക് ആണെങ്കിലും ഒക്കെ ആ ചിന്തകൾ വരുമ്പോൾ മമ്മൂക്കയിലേക്ക് എത്തുന്നു. മമ്മൂക്ക അത് ഏസ് പറയുന്നു. ആ ഏസ് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ നടൻ എന്ന് പറയുന്ന ഒരാൾ ഏസ് പറയുന്നു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അത് നമുക്ക് കാതൽ തന്നെ നമുക്കറിയാമല്ലോ. അങ്ങനത്തെ ഒരു വേഷം ഏറ്റെടുക്കാൻ സൂപ്പർ മെഗാസ്റ്റാർ എന്നൊരു നടൻ തയ്യാറാവുക എന്ന് പറഞ്ഞു. അതങ്ങനെ നമുക്കൊക്കെ പറഞ്ഞുകൊണ്ടല്ല അർജുനൊക്കെ വേഷം കിട്ടിയത്. ഫുൾ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ഇതാണ്. എടുത്തു പറയേണ്ടതാണ് ഈ പെർഫോമൻസസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും അപാരമായിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു 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 ഇതുകൊണ്ടും നമുക്ക് ബോറടിപ്പിക്കുന്ന പോലെ ഒന്നുമില്ല. ഒരു സെക്കൻഡ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കണ്ണ് തെറ്റാനുള്ളൊരു സ്കോപ്പ് പോലും ഇല്ല. അത്രയും എൻഗേജിങ് ആയിട്ടാണ് പടം പിടിച്ചിരിക്കുന്നത്. മമ്മൂക്കയെക്കുറിച്ച് എന്താ പറയണ്ടേ? മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അത് എത്രത്തോളം നമ്മൾ പറഞ്ഞാലും നമുക്ക് ഒരു മലയാളി എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിക്ക് വി ഷുഡ് ബി പ്രൗഡ് ദാറ്റ് വി ഹാവ് എൻ ആക്ടർ ലൈക്ക് ദിസ്. അപ്പോൾ ആക്ടറിനുപരി പുള്ളി ഒരു ലെജൻഡാണ്. അത് പുള്ളി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഓരോ സിനിമ ഇങ്ങനെ കഴിയും തോറും പുള്ളിയുടെ ആ സ്റ്റേറ്റസ് ഇങ്ങനെ പീക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലും കൂടുതൽ പീക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ പീക്കിലാണ് പുള്ളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ നമ്മൾ കുറേ ഇംഗ്ലീഷിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുഴുനീളം ആൾക്കാർ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർ ബ്രേക്ക് ചെയ്തു. അത് നമ്മളത് ആലോചിക്കുന്നില്ലല്ലേ. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം കാണുന്ന പോലെ നമ്മൾ ആലോചിക്കില്ല. ഒന്ന് കയറി ഇരുന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സെറ്റാണ്. പടത്തിൽ ഫുള്ള് ഇരുന്ന് നമ്മളങ്ങനെ ആയിപ്പോകും. കാരണം ആ ഒരു പീരീഡ് 17th century പീരീഡിൽ അവരത് സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നമുക്കത് ഭയങ്കര കൺവിൻസിങ് ആണെന്ന് തോന്നും. നമുക്ക് കളറിനെ കുറിച്ച് നമ്മളെ ബോധയുടെയല്ല. പിന്നെ ഉള്ള ഫ്രെയിമിൽ എന്താണോ അവിടെ എന്താണ് പെർഫോമൻസ് നടക്കുന്നത്, അവിടെ എന്താണ് മൂവ്മെൻറ്റ് നടക്കുന്നത്, അതായത് നമ്മൾ ശ്രദ്ധിക്കും. നടന്മാരുടെ പട്ടികയിൽ എടുക്കുമ്പോൾ ഈ ചിത്രത്തിലെ ഈ 3 കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അതായത് മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ, അതേപോലെ തന്നെ അർജുൻ അശോകൻ, ഇവരെ 3 പേരും നല്ല അഭിനയമാണ് കാഴ്ചവെച്ചേക്കും. ബ്രഹ്മയുഗ സിനിമ പടം കിടിലം പടമാണ് എന്ന് പറയാം. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിന് ടിക്കറ്റ് എടുത്തോ. കാശ് മുതലാണ്. അതായത് 100 രൂപ ടിക്കറ്റ് എടുത്താൽ 200 രൂപ ടിക്കറ്റിൻ്റെ മുതലാവണ പടമാണ്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ പാട്ടുകൾ കാര്യങ്ങളായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. പിന്നെ അർജുൻ അശോകൻ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകളുണ്ട്, അത് വേറെ രീതിയിലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ട്വിസ്റ്റൊക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു അന്താളിപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ക്ലൈമാക്സ് വന്നപ്പോൾ മമ്മൂക്കയുടെ ഒക്കെ ഒരു പൊട്ടിച്ചിരിയും കാര്യങ്ങളുണ്ട്. അതും ഈ പറഞ്ഞ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ BGM എല്ലാവരും കൂടി വരുമ്പോഴല്ല തിയേറ്ററിൽ കിടന്ന് കുലുങ്ങായിരുന്നു. എന്തുകൊണ്ടും എനിക്കൊരു തിയേറ്റർ സ്റ്റോപ്പായിട്ട് എനിക്ക് തോന്നി. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡാണ്. ഗംഭീരമായിരുന്നു. വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഔട്ട്സ്റ്റാൻഡിങ്, ബ്രില്യൻറ്റ്, അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഷൂട്ടിനൊക്കെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ സ്ക്രീനിൽ അതിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നന്നായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് നന്നായിരുന്നു. ഇപ്പോൾ ആരാണ് കൂടുതൽ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എഴുതുന്ന സമയത്തും മറ്റ് ഷൂട്ടിൻ്റെ സമയത്തുമൊക്കെ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി സിനിമയായിട്ട് പോകും. വലിയ സന്തോഷമുണ്ട്. ടെക്നിക്കൽ സൈഡായാലും എല്ലാം കൊണ്ടും വളരെ മികച്ച അനുഭവമാണത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് എനിക്ക് ശരിക്കും അതൊരു പടത്തിന് പോസിറ്റീവ് ആവുള്ളൂ. കാരണം ആകെ ചെറിയൊരു സെറ്റുള്ളൂ, ഒരു കുറച്ച് ഭാഗങ്ങൾ, അത് മാത്രമുള്ളൂ പടം. പിന്നെ ഒരു പഴയ കാലഘട്ടം, ഒരു പീരീഡ് സിനിമയാണ്. അപ്പോൾ അതിന് പിന്നെ ആ കഥയായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് എന്തുകൊണ്ടും മികച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് നമ്മൾ പഴയ സിനിമ പോലത്തെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അവർ കളർ ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും. എന്തായാലും ഒട്ടും മുഷിപ്പിക്കില്ല. നമ്മൾ വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. പടം കണ്ടിറങ്ങിയല്ലോ, എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ്? നല്ലോണം സന്തോഷം. പ്രേക്ഷകരോടൊപ്പം ഈ കണ്ട് ഇറങ്ങുമ്പോൾ അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അവരുടെ പ്രേക്ഷകരാണ് പകുതി പേരും എന്നെ വളർത്തി നിർത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത്. ആക്ച്വലി നിങ്ങളാണ് പറയേണ്ടത്, ക്യാമറ നിങ്ങളുടെ നേരെയാണ് തിരിക്കുന്നത്. ചേട്ടൻ ഒരുപാട് നാൾ ശേഷം ഒരു ബ്രേക്ക് എടുത്തു, എന്നിട്ട് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മമ്മൂക്കയുടെ കൂടെ അതും ഇങ്ങനൊരു ക്രൂ, ഇങ്ങനൊരു സ്റ്റോറി ലൈൻ എങ്ങനെയായിരുന്നു ഇതിനകത്തേക്ക് ഈ ഒരു സിനിമ പിക്ക് ചെയ്യാനുള്ള ഒരു കാരണം? ഈ ഒരു സിനിമ എനിക്ക് വന്നതാണ്, ഞാൻ പിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. ദാറ്റ് കം ടു മി. സോ അത് ചെയ്തു. ഒരു നല്ല വെൽ റിട്ടൺ ക്യാരക്ടറാണ്, ഡെപ്ത് ഉണ്ട്. അതുകൊണ്ടാണ് പകുതി മുക്കാലും അപ്രിസിയേഷൻ കിട്ടുന്നത് നമുക്ക്. സോ
ഇറ്റ്സ് വെൽ റിട്ടൺ ക്യാരക്ടർ അത് ചെയ്തുകൊണ്ട് കണ്ടുവന്ന പ്രേക്ഷകരെല്ലാം പറയുന്ന 3 പേര് മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ, അർജുന അശോക്. ഈ 3 പേരുകളാണ് ഇപ്പോൾ എല്ലാവരുടെ മൈൻഡിലേക്ക് വന്നത്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി അത് എൻ്റെ അടുത്തല്ല, രാഹുലിൻ്റെ അടുത്ത് കഴിക്കട്ടെ. എന്നാൽ ആഗ്രഹമുണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ, പറയാൻ പാടില്ല. എനിവേസ് അത് രാഹുലാണ് പറയുന്നത്. ഞാൻ ഇപ്പം രാഹുലിൻ്റെ മുൻപത്തെ പടം ഭൂതകാലം ഒരു ഭയങ്കര പേടിപ്പെടുന്ന ഒരു ഹൊറർ മൂവിയായിരുന്നു. അതിനേക്കാൾ അത് പ്രേക്ഷക ശ്രദ്ധയും നേടി. ഈ സിനിമയും അതുപോലെ തന്നെ എല്ലാവരും ഭയപ്പെടുത്തുന്ന ഒരു സിനിമ ഞാൻ പറഞ്ഞു. ആണോ? ഭയപ്പെടുത്തുകയാണ് നല്ലത്, നല്ല കാര്യം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ പടത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്യാവശ്യമാണ്. എന്നാലാണ് ആ പടം അങ്ങനെ ആ ഒരു ത്രില്ലർ മൂഡ്, ഹൊറർ ത്രില്ലർ മൂഡാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പോകണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കളറാകുമ്പോൾ നമുക്ക് അധികം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയതുകൊണ്ടാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് വന്നത് പടം. പിന്നെ മമ്മൂട്ടിയൊക്കെ വേറൊരു ലെവലാണ്. മമ്മൂട്ടിയുടെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതിൽ നമുക്ക് കണ്ടറില്ല പടം എന്ന് പറഞ്ഞാൽ. നമുക്ക് ആക്ഷൻസ് ആണെങ്കിൽ എല്ലാം കൊണ്ടും സൂപ്പറാണ് പടം. ായിട്ട് നല്ല മൂല്യമുള്ള ഫിലിമാണ്. കൊമേഴ്ഷ്യൽ എലമെൻസ് അത്രയില്ല. മമ്മൂട്ടിയുടെ പെർഫോമൻസിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട അർജുന അശോകൻ്റെ പെർഫോമൻസാണ്. കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ള മമ്മൂട്ടിയുടെ റോൾ വേണമെങ്കിൽ മോഹൻലാൽ ചെയ്ത് കുറച്ച് നന്നായി തോന്നുന്നു. പിന്നെ മമ്മൂട്ടിയുടെ കരിയർ ബേസ് മൂവീസിൽ ഒരെണ്ണമാണ്. പിന്നെ ടെക്നിക്കലി സൂപ്പറാണ്. ടെക്നിക്കലി ഇത്രയും പെർഫെക്റ്റ് ആയ മൂവി കണ്ടെത്തി. അത് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ആയാലും ആ ഡയറക്ഷൻ എല്ലാം ഉപകരണമാണ്. സ്ക്രിപ്റ്റിനെക്കാട്ടും കൂടുതൽ ഡയറക്ഷനാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനത്തെ മൂവി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. വാലിബിന് ഇങ്ങനത്തെ ഫിലിമായിരുന്നു. പക്ഷേ വാലിബിന് കുറച്ച് സ്ലോ ആയിപ്പോയി. ഇതത്ര സ്ലോ അല്ല. മമ്മൂക്ക ആറാടിയാ. മമ്മൂക്കയെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട അർജുന അശോകൻ്റെ പെർഫോമൻസാണ്. ഏറ്റവും സ്ക്രീൻ ബേസ് ഉണ്ട് അർജുന അശോകനാണ്. പുള്ളിക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയാണ്. അർജുന കൂട്ടുകാരനുണ്ട്. പിന്നെ മമ്മൂട്ടി ഇങ്ങനെ ഫിലിം എടുത്തത് ആ ധൈര്യം സമയക്കണം. പുള്ളിയെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉപകരണമാണ്. അടുത്ത ഒരു 3 വർഷം എടുത്തതിന് എല്ലാ മൂവീസും ഉപകരണമാണ്. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ടൈമാണ്. എല്ലാവരും പഠിക്കേണ്ടതാണ് മൂവീസാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.